ഇന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്തത് വോട്ട് കൊള്ളയെക്കുറിച്ച്. ഹരിയാനയിലെ വോട്ട് കൊള്ളയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ വെളിപ്പെടുത്തലാണ്. രാഹുൽ പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് രാജ്യത്തെ വോട്ടർമാർ എന്ന് തന്നെ പറയാം. 2024 ഹരിയാനയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത്. അത് ആധികാരികമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് താനും. 2 കോടി വോട്ടർമാരിൽ 22 ലക്ഷം വ്യാജ വോട്ടർമാരുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വെച്ച് 22 കള്ളവോട്ടുകൾ ഉണ്ടാക്കിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകളെ എത്തിച്ചുകൊണ്ട് കള്ളവോട്ട് രേഖപ്പെടുത്തിയുമൊക്കെയാണ് അവിടെ വലിയ അട്ടിമറി നടന്നിട്ടുള്ളത്. അത് അദ്ദേഹം തെളിവ് സഹിതം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെയുള്ള വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി ഈ വെളിപ്പെടുത്തൽ നടത്താനിടയായ സമയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1 മാസത്തെ പ്രചാരണത്തിന് ശേഷം ഇതാ നാളെ ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെയും ഇതുപോലെയുള്ള വോട്ടുകൊള്ള നടക്കും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ് ബീഹാറിൽ എന്ന സൂചന കൂടി രാഹുൽ ഗാന്ധി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ബീഹാർ പിടിക്കാൻ മോദി നിതീഷ് കൂട്ടുകെട്ടിൽ NDAയും അതുപോലെ രാഹുൽ തേജസ്വി കൂട്ടുകെട്ടിൽ മഹാസഖ്യവും വാശിയേറിയ പോരാട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് ബീഹാർ നാളെ കടക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. ആരൊക്കെയാണ് നാളെ മത്സരരംഗത്തുള്ള പ്രമുഖർ? ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ധനസുമോദ് വിശദീകരിക്കും. 18 ജില്ലകളിലായി 3,75,00,000 വോട്ടർമാരാണ് നാളെ വിധി എഴുതാൻ എത്തുന്നത്. 121 നിയമസഭാ മണ്ഡലങ്ങളിലാണ് നാളെ പോര് നടക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 2020 നിയമസഭാ പോരാട്ടത്തിൽ 61 സീറ്റ് RJDക്ക് കിട്ടിയ മണ്ഡലമായിരുന്നു. RJDക്ക് കിട്ടിയത് മാത്രമല്ല, ഇതിൽ 53 സീറ്റുകളാണ് മൊത്തത്തിൽ JDU മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പാർട്ടി നേടിയത്. അതിൽ 23 മണ്ഡലങ്ങൾ ഈ ഏരിയയിലുള്ള മണ്ഡലങ്ങൾ തന്നെയായിരുന്നു അവർ നേടിയെടുത്തത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശം മിഥില, ഈ പ്രദേശത്തും BJP വളരെ ശക്തമായിട്ട് തന്നെ ഒരു വേരോട്ടമുള്ള ഒരു പ്രദേശം തന്നെയാണ്. കാര്യം പട്നയും സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ പട്നയുടെ ഒരു പരിസര പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു മണ്ഡലങ്ങളാണ് ഇപ്പോൾ നാളെ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത്. മാത്രമല്ല, ഇപ്പോൾ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന പല സ്ഥലങ്ങളിലും ഈ ബംഗ്ലാദേശിൻ്റെ അടുത്ത സ്ഥലങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഈ അടുത്ത ഘട്ടത്തിലാണ്, 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ 1ാം ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെയാണ്. കാര്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇതിനകം തന്നെ ഇന്ത്യ സഖ്യം ഉയർത്തിക്കാട്ടിയിരിക്കുന്ന തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘോപൂർ ഈ 1ാം ഘട്ടത്തിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്. മാത്രമല്ല, ലാലു പ്രസാദ് യാദവിൻ്റെ മറ്റൊരു മകനുണ്ട് തേജ് പ്രതാപ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അദ്ദേഹവും കൂടി മത്സരിക്കുന്നുണ്ട്. ഇതുകൂടാതെ BJPയിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ BJPയുടെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സാമ്രാട്ട് ചൗധരി മത്സരിക്കുന്ന മണ്ഡലവും ഈ 1ാം ഘട്ടത്തിൽ തന്നെയാണുള്ളത്. ഇതിൽ ഈ പല മണ്ഡലങ്ങളിലും ഈ ഗുണ്ടാ പോരാട്ടം തലമുറകളായിട്ട് തന്നെ ഈ പലതരത്തിലുള്ള ഒരു ബൂത്ത് പിടിച്ചടക്കൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ തന്നെ ഇപ്പോൾ ജനസ്വരാജിൻ്റെ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി, പാർട്ടിയുടെ സ്ഥാനാർത്ഥി വെടിയേറ്റ് മരിച്ചിരുന്നു. അവിടെ അതിന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും ജയിലിലായിരിക്കുന്നതും RJD നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അവിടെ മത്സരിക്കുന്നത്. നമ്മൾ ഒരു ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് പോരാട്ടം നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 വർഷം മുമ്പാണെങ്കിൽ ഒരു 4ഉം 5ഉം ഘട്ടങ്ങളിലായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത്. കാര്യം അന്ന് നടത്തിയിരുന്ന തെരഞ്ഞെടുപ്പുകളൊന്നും എല്ലാം ഒരു അക്രമം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് തന്നെയാണ് BJP ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. RJDയുടെ കാലത്തുള്ള ഒരു കാട്ടുഭരണമാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ വോട്ട് ചോരി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കൃത്യമായി മറികടക്കുകയാണ് ഇന്ത്യ സഖ്യം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി ഡൽഹിയിലാണ് പൊട്ടിച്ചെങ്കിലും അതിൻ്റെ ഒരു അലയലി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് ബീഹാറിൽ തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴും ബീഹാറിലെ ഒരു ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ പറയുന്നത് ബീഹാറിലും ഇത് തന്നെയായിരിക്കും, ഹരിയാനയിൽ സംഭവിച്ചു തന്നെയായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞത് വഴി ഒരു വലിയ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൽ നിന്ന് ജാമ്യം എടുക്കാനുള്ള ഒരു രീതിയാണ് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ ജനകീയമായ ഒരു പ്രശ്നമായ തൊഴിലില്ലായ്മ തന്നെയാണ് RJD ഉയർത്തിക്കാട്ടുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് വീതം തൊഴിൽ നൽകും, സർക്കാർ ജോലി സർക്കാരുമായി
സീറ്റുകളുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാവിധ അവകാശവാദങ്ങൾ മാത്രമാണുള്ളത്. ഒരു കാരണവശാൽ ഇതൊന്നും നടപ്പാകാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നുള്ളൊരു കാര്യമാണ് BJP പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ രാഘവപൂരിൽ മത്സരിക്കുന്ന തേജസ്വി പറയുന്നത് 10 ലക്ഷം തൊഴിൽ നൽകും എന്നാണ് കാര്യമാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒരു ഇടക്കാലത്ത് നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രിയായും അദ്ദേഹം ഉപമുഖ്യമന്ത്രിയുമായി ഇരുന്ന സമയത്ത് 5 ലക്ഷം പേർക്കാണ് തൊഴിൽ നൽകിയത്. അങ്ങനെ തനിക്ക് കൃത്യമായ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അതിൻ്റെ ഒരു ബലത്തിലാണ് താൻ ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും തൊഴിൽ നൽകും, എല്ലാവർക്കും ഒരു മികച്ച ജീവിത രീതി നൽകുകയാണ്. കാര്യം റെസ്പെക്ട് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു മികച്ച ഒരു ബീഹാർ പടുത്തുയർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഇവിടെ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് മുന്നണിയും NDAയും ഇന്ത്യ മുന്നണിയും കൂടാതെ ഒരു പുതിയ പാർട്ടിയായ കഴിഞ്ഞ വർഷം മാത്രം രൂപീകരിച്ചിട്ടുള്ള ജൻസുരാജ്, ഈ പാർട്ടി ഏത് തരത്തിലാണ് വോട്ട് പിടിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അവർ പല നേതാക്കന്മാരും തങ്ങൾ മത്സരിക്കാൻ വിജയിക്കുക എന്നുള്ളതിനുപരിയായിട്ട് ഒരു മികച്ച ഒരു ബീഹാർ എന്ന തരത്തിലുള്ള ഒരു ആശയം ഉയർത്തിക്കാട്ടാനാണ് മത്സരിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പല സ്ഥലങ്ങളിലും പല സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ഈ ജനസുരാജ് പാർട്ടിക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇരു മുന്നണിക്കും ഒരു ചങ്കിടി പേറുന്നത്. കാര്യം കഴിഞ്ഞ തവണയാണെങ്കിൽ ഒരു 5000 വോട്ടിന് താഴെ ഭൂരിപക്ഷത്തിലാണ് 32ഓളം സീറ്റുകളിൽ ജയപരാജയങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും അതുപോലെ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട് ബീഹാറിന്റെ ജനവിധിയെ സ്വാധീനിക്കുന്നത് എന്ന് തന്നെയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ 121 മണ്ഡലങ്ങൾ വിധി എഴുതുകയാണ്. തേജസ്വി യാദവ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ നാളെ മത്സരരംഗത്തുണ്ട് താനും. എന്തായാലും ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച് തന്നെയാണ് ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ NDAയും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇതിൽ ജനവിധി ആർക്ക് അനുകൂലമാകും എന്നതറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്.